200 വർഷത്തെ ജനാധിപത്യ പാരമ്പര്യമുള്ള അമേരിക്കയുടെ അമരത്ത് ഇനി ആരാണെന്നറിയാൻ 2 നാൾ മാത്രമാണുള്ളത്. അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഹിലരിക്ക് നേരിയ മുൻതൂക്കമാണ് കൽപ്പിക്കപ്പെടുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, ആനി രാജ, സിപി നേതാവ്, KVS ഹരിദാസ്, ഒപ്പം അമേരിക്കയിൽ ഏറെക്കാലമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ റെജി ലൂക്കോസ് തത്സമയം പങ്കുചേരും. അമേരിക്കയിൽ നിന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും പ്രതിനിധികൾ ടെലിഫോണിൽ പങ്കുചേരും. ശ്രീ വിൻസെന്റിലേക്ക് എത്താൻ മുൻപ് ശ്രീ റെജി ലൂക്കോസ്, ലോകമുറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് ഇനി 2 നാളുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ ഉദ്യോഗത്തോടുകൂടി കണ്ട നിമിഷങ്ങൾ, വിവാദങ്ങളൊക്കെ കടന്നുപോയി. കഴിഞ്ഞ പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ വളരെ ക്ലൈമാക്സ്, ഒരുപക്ഷെ സസ്പെൻസ് ആയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി 2 നാൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഹിലരിക്ക് നേരിയ മുൻതൂക്കം മാത്രമാണുള്ളത്. മാറിമറിയാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഏറെക്കാലം അമേരിക്കൻ രാഷ്ട്രീയത്തെ നോക്കിക്കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്താം ശ്രീ റെജി ലൂക്കോസ്? പ്രജീഷെ, വളരെ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 1 നൂറ്റാണ്ടായിട്ട് ഇത്രയ്ക്കും സസ്പെൻസിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. 2004 തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ലോകം പ്രതീക്ഷിച്ചിരുന്നത് അന്നത്തെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ കെറി അന്ന് ജോർജ് ബുഷ് എൻ്റെ 2ാം ഊഴത്തിൽ അദ്ദേഹത്തിനെ പരാജയപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ആ ചരിത്രം പറയാൻ ഒരു കാരണമുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ പി ചിദംബരം അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് ജയിച്ചു വന്ന് കയറി പോലെയാണ് അന്ന് ബുഷ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് 2ാം ഊഴത്തിലേക്ക് ജയിച്ചു വന്നത്. അന്ന് ഫ്ലോറിഡയിൽ അദ്ദേഹത്തിന് അനുജനായിരുന്ന ജെഫ് ബുഷ്, ആ സമയത്ത് ഞാൻ ഫ്ലോറിഡയിൽ ഉള്ള ഒരാളായിരുന്നു. ജെഫ് ബുഷിന്റെ ഒരു കറുത്ത കരങ്ങൾ ഈ ഇലക്ട്രൽ കൊളീജിയത്തിന്റെ എന്താ പറയുക, ആ വോട്ടിലൂടെ അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിന് നിർണായക ഇത് വന്നു. അങ്ങനെ ജയിച്ച് കയറിയ ഒരാളായിരുന്നു ജോർജ് ബുഷ്. അങ്ങനെ ഒരു അനിശ്ചിതത്വം ആ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. 2000 തെരഞ്ഞെടുപ്പിലും ജോർജ് ബുഷിനെ സഹായിച്ചത് വാസ്തവത്തിൽ ജനബന്ധുടെ അല്ലായിരുന്നു, ഈ ഇലക്ട്രൽ കോളേജിലെ മെമ്പർമാരുടെ ഉള്ള ഒരു അട്ടിമറിയായിരുന്നു. അങ്ങനെയാണ് ഈ 2 പ്രാവശ്യവും ഈ ജോർജ് ബുഷ് അവിടെ പ്രസിഡന്റ് ആയത്. ഞാനിത് പറയാൻ കാരണം, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലത്ത് നമുക്കറിയാം ഹിലരി ക്ലിന്റൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ജനകീയ മുഖമായിരുന്ന നമ്മുടെ ബിൽ ക്ലിന്റന്റെ ഭാര്യ എന്നുള്ള നിലയിലും അവർ സെനറ്റർ എന്നുള്ള നിലയ്ക്കും അവർ വിദേശകാര്യ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു ഡിപ്ലോമാറ്റിക് മാനസികാവസ്ഥയിൽ ഉള്ള ഒരു വനിത എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ലോകം മുഴുവൻ പ്രതീക്ഷിച്ചത് വലിയ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം ഇല്ലാതെ കൊണ്ട് തന്നെ അവർ അമേരിക്കൻ പ്രസിഡന്റായി മാറുമെന്നുള്ളതായിരുന്നു. എന്നാൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് ഉള്ള ഫൈറ്റിൽ ഈ ട്രംപിന് 1% സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ആദ്യഘട്ടങ്ങളിൽ. പക്ഷെ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഭീമാകാരനായ ഒരു ബിസിനസ്മാൻ ആണെങ്കിലും അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ നേതാക്കൾ പയറ്റുന്ന രീതിയിൽ അവിടെ വംശീയപരമായിട്ടുള്ള കാർഡ് കളിക്കുകയും അത് കൂടാണ്ട് തന്നെ അദ്ദേഹം സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സിലൂടെ അവിടെ വലിയ രീതിയിൽ തന്നെ ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്തുകയും ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം വിവാദമായ പല പ്രസ്താവനകൾ നടത്തി അറിയപ്പെടാതെ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ വളരെ മുന്നിലേക്ക് വന്നു. അതൊരു നെക്ക് ആൻഡ് നെക്ക് പോരാട്ടത്തിന്റെ ഘട്ടത്തിലേക്ക് വന്നു. നമുക്കറിയാം കഴിഞ്ഞ 12 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അവിടുത്തെ സർവേകളിലെല്ലാം പറഞ്ഞത് ഹിലരി ക്ലിന്റൺ 53% വിജയസാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് 56%-ത്തിലേക്ക് വർദ്ധിച്ചു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് എന്റെ മുമ്പിൽ കിട്ടിയ ഒരു വലിയ ആയുധമായിരുന്നു ഹിലരി ക്ലിന്റന്റെ ഇമെയിൽ സർവറിലെ കൃത്രിമത്വം. റെജി ലൂക്കോസ്, അമേരിക്കൻ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ അല്ലെങ്കിൽ നാല് തവണ ഇലക്ട്രൽ കൊളീജിയത്തിലെ ആ ഒരു അട്ടിമറി അത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ഒരു സസ്പെൻസ്, ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ ഇനി 2 നാളുകളാണുള്ളത്, മുന്നേറാനുള്ള സമയങ്ങളൊക്കെ ഇനിയും 2 നാളുണ്ട്. ഇലക്ട്രൽ കൊളീജിയം മുൻ ചരിത്രങ്ങൾ ഒരുപക്ഷെ സൂചിപ്പിച്ചതുപോലെ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ?
തീർച്ചയായിട്ടും കാണുന്നുണ്ട്, വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനിലേക്ക് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മാറിയിരിക്കുന്നു. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ നമുക്ക് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരുപക്ഷെ അറിയാൻ പാടില്ലാത്ത അറിവിലേക്ക് നമുക്കൊരു കാര്യം പറയാം. ഇന്ത്യയിലെ പോലെ ജനങ്ങൾ നേരിട്ട് എംപിമാരെ തെരഞ്ഞെടുത്ത് ആ എംപിമാരാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്ന ഒരു സിസ്റ്റം അല്ല അമേരിക്കയിൽ നിർണായകമായിട്ടുള്ള ജനങ്ങളുടെ വിധി അമേരിക്കയിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് നേരിയ ഭൂരിപക്ഷത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രൽ കൊളീജിയത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആവുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അമേരിക്കയെ പോലുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തിൽ അവരെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയെ ഡെമോക്രാറ്റിക് ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും അവരങ്ങനെ മാറി വോട്ട് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2000 ഇലക്ഷനിൽ ഇത് സംഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൃത്യമായ രീതിയിൽ ഒരു പ്രഡിക്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ അറിയുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള സാധ്യത ജയിക്കാനുള്ള സാധ്യത ഹിലരി ക്ലിന്റന് 65% ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വെളിയിൽ വരുന്ന വാർത്തകൾ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ ട്രംപിനെ എഴുതിത്തള്ളേണ്ട. അതിന്റെ മുഖ്യ കാരണം ഒറ്റ സെന്റൻസ് ഞാൻ പറയാം. അമേരിക്കൻ ജനതയുടെ ഈ ഭീകരാക്രമണത്തെ പോലെയുള്ള അമേരിക്ക അനുഭവിച്ച ഇപ്പോഴും ചെറിയ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം ആക്രമണങ്ങളുടെ ഭീതിയെ കൃത്യമായിട്ട് ട്രംപ് മുതലെടുത്തിരിക്കുന്നു. ഞാൻ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, അമേരിക്കൻ ജനതയുടെ ഭയത്തിനെ സുന്ദരമായിട്ട് ട്രംപ് മുതലെടുത്തിരിക്കുന്നു. അതിലൂടെ അമേരിക്കൻ ജനതയുടെ മനസ്സ്, പ്രത്യേകിച്ച് അവിടുത്തെ പുരുഷവർഗം ഈ ട്രംപിനൊപ്പം നിന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. ഒരിക്കൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ രീതിയിലാണ് അവസാന നിമിഷം നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ശ്രീ KVS ഹരിദാസ്, ഉറ്റുനോക്കുന്ന ഈ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെയൊക്കെ തന്നെ അവസാന ലാപ്പിലേക്ക് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിതിഗതികൾ മാറി മറിയാം. കാരണം നേരത്തെ ഉണ്ടായിരുന്ന 12% അല്ലെങ്കിൽ ആ രീതിയിലുള്ള കണക്കുകളൊക്കെ മാറി ഹിലരിക്ക് വെല്ലുവിളിയാകുന്ന നേരിയ മുൻതൂക്കം മാത്രമാണ് ഒരു പക്ഷേ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ നോക്കുന്നത്? ഈ പറഞ്ഞ അട്ടിമറിക്കുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? മാത്രമല്ല 2 ധ്രുവങ്ങളാണ്. ആ ധ്രുവങ്ങളിൽ നിന്നും പരിശോധിച്ചാൽ ട്രംപ് സ്വീകരിച്ച വളരെ തന്ത്രപരമായ നിലപാട് അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിലേക്ക് വലിയൊരു മേൽക്കൈ എത്തിച്ചിട്ടുണ്ട്. അതായത് ഇമെയിൽ വാദം അടക്കം പരിശോധിച്ചാൽ എങ്ങനെ കാണുന്നു ശ്രീ KVS ആ രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തെയും? പ്രതീക്ഷ, റെജി ലൂക്കോസ് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അമേരിക്കൻ ജനതയുടെ മനസ്സിനെ ശരിക്കും മനസ്സിലാക്കി പെരുമാറുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഹിലരി ക്ലിൻ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് ഓവർ ആയിരിക്കും എന്നാണ് നമ്മളൊക്കെ കരുതിയത്. ആ ഡിബേറ്റ് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോഴും ട്രംപിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പൊതുവെ കാണുന്ന ഒരു വികാരം, ജനവികാരം, ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഇന്ത്യൻസിനോടൊക്കെ സംസാരിച്ചാൽ ഉണ്ടാകുന്ന പൊതുവികാരം അവരൊക്കെ ട്രംപിനൊപ്പമാണ് എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. അത് മുഴുവൻ ആവണമെന്നില്ല. പക്ഷെ അമേരിക്കൻ ജനത, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ റെജി ലൂക്കോസ് സൂചിപ്പിച്ചു, ഈ ഭീകരവാദം, അക്രമം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഭയന്ന് വിഹ്വലിച്ച് നടക്കുന്നൊരു വിഭാഗമാണ് അവരെ കൈകാര്യം ചെയ്യാൻ ട്രംപിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ അവസാനം വിക്കിലീക്സിൻ്റെ ലീക്കും ആ ഇമെയിൽ ലീക്സും കൂടി പുറത്തു വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഹിലരിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവണം. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇപ്പോൾ തന്നെ ആദ്യമേ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ IS പോലുള്ള ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പുകൾക്ക് ആയുധം കൊടുക്കുന്ന വിവരം, അല്ലെങ്കിൽ അമേരിക്ക ആയുധം കൊടുത്തത്, അത് ഹിലരി ക്ലിൻ്റൻ്റെ അറിവോടെയും സമ്മതത്തോടെയും ആയിരുന്നു എന്നതാണ് ഒരു വിക്കിലീക്സിൽ വന്നിട്ടുള്ള ഒരു ഇമെയിലിൻ്റെ വിശദാംശങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെ അമേരിക്കയിൽ വല്ലാത്ത കോലാഹലം ഉണ്ടാക്കും, വല്ലാത്ത ചലനം ഉണ്ടാക്കും. ഈ ഭീകരതയ്ക്കെതിരായിട്ട് നിലകൊള്ളാനുള്ള ചങ്കൂറ്റമുള്ളത് കൊണ്ടല്ല, അതിനെ അവർ ഭയപ്പെട്ട് കഴിയുന്നത് കൊണ്ടാണ്. വേറൊരു കാര്യം, നമ്മൾ വളരെ പറയാൻ കൊള്ളാത്ത ഭാഷയിലുള്ള ചില പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് ട്രംപിൻ്റെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭീകരനെ, ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവനൊക്കെ അമേരിക്കയിൽ വരാനുള്ള കാരണം അവൻ്റെ കാരണവന്മാരെ ഇവിടെ പൊറുക്കാൻ നമ്മൾ അനുവദിച്ചതാണ്. അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, നമ്മളൊക്കെ സാധാരണ നിലയ്ക്ക് പറയാൻ മടിക്കുന്ന ചില ഭാഷയിലുള്ള പ്രസംഗങ്ങളാണ് അവിടെ ട്രംപ് കൊണ്ടുവന്നത്. അതിൻ്റെ റേറ്റിംഗ് ഒക്കെ കുറവായിരിക്കും, സംസ്കാരമൊക്കെ കുറവായിരിക്കും. പക്ഷെ അത് അമേരിക്കൻ ജനത ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിനെ
കുറിച്ചുള്ള ട്വീറ്റുകളും മറ്റും കാണിക്കണേ. ആ ട്രംപിൻ്റെ ആ ട്വീറ്റിന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് അതിഭയാനകമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു വിഷയം. ഈ ഹിലരി ക്ലിൻ്റൺ ഒരു ഡിപ്ലോമാറ്റാണ് വേണമെങ്കിൽ, കാരണം വൈറ്റ് ഹൗസിൽ താമസിച്ചിട്ടുള്ള, വൈറ്റ് ഹൗസുമായിട്ട് ബന്ധമുള്ള, അതേപോലെ തന്നെ ഒരു അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാന്യമായ പദവി വഹിക്കുന്ന ഒരു സെനറ്ററും കൂടിയാണ്, ന്യൂയോർക്കിൽ നിന്നുള്ള സെനറ്റർ കൂടിയാണ്. അവർക്ക് ആ നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതകളൊക്കെ ഉണ്ട്. വനിതാ സ്ഥാനാർത്ഥിയാണ്, ആദ്യമായിട്ടൊരു വനിതാ അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പിന് വരുന്നു. അവിടെ ഒക്കെയും പറയുമ്പോൾ ശ്രീ KVS അംഗീകരിക്കുന്നു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത്, സാധാരണ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ കാണുന്ന തരത്തിലുള്ള പ്രചരണമാണോ കണ്ടത്? കാരണം വളരെ ഒരുപക്ഷെ ഒരു ബഹുജന ധാർമ്മിക രോക്ഷം ഉണർത്തുന്ന പ്രവൃത്തികളുടെയും അല്ലെങ്കിൽ മാനഹാനികളുടെയും അപകീർത്തിപ്പെടുത്തലുകളുടെയും ഒക്കെ ഘട്ടങ്ങളായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം 1884 തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ പോലും ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായതെന്ന പരക്കെ വിമർശനം. വോട്ട് ചെയ്യുന്നവർ ആരുടെയും ഒരു വൈകാരിക നയപരിപാടികളല്ല ഉൾക്കൊള്ളേണ്ടത്. പക്ഷേ ഇത്തവണ ഒരു അപവാദം ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥ രാജ്യസുരക്ഷ ചർച്ച ചെയ്യപ്പെടാം, ആഭ്യന്തര വിഷയങ്ങൾ, അന്തർദേശീയ ചലനങ്ങളൊക്കെ ഊന്നൽ കൊടുക്കുന്ന ചർച്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ പക്വമില്ലാത്ത ഒരു പ്രചരണം ഉണ്ടായി എന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? താങ്കൾക്ക് തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ ക്യാമ്പയിൻ്റെ നിലവാരം നമ്മൾ കാണാത്ത മട്ടിലേക്ക് തരം താണിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഈ ട്രംപിൻ്റെ രംഗപ്രവേശം തന്നെയാണ്. ട്രംപിന് രാഷ്ട്രീയമായിട്ടുള്ള വലിയ പാരമ്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടുത്തെ ഒരു റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നു. ഇയാളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. ഒരു മൾട്ടി മില്യനിയർ. ആ മൾട്ടി മില്യനിയർ കുറേ കോടികൾ ഇറക്കി കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുന്നു. അതിൽ അമേരിക്ക വീണുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി വീണുപോയി. ആ സ്വന്തം പാർട്ടിയിൽ പോലും വലിയ പിന്തുണയില്ലാതിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഹിലരി ക്ലിൻ്റൺ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഈ ട്രംപിൻ്റെ പാർട്ടിക്കാർ പോലും പ്രിഫർ ചെയ്യുന്നത് ഹിലരി ആയിരിക്കും എന്നൊരു വാർത്ത വന്ന സ്ഥലത്ത് നിന്നാണ് ഇയാൾ ഈ നിലയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. അയാൾക്ക് അമേരിക്കയെ കീഴടക്കാൻ പറ്റുന്നു എന്ന് വന്നാൽ അതൊരു അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അപജയമായിട്ട് കൂടി നമ്മൾ കാണേണ്ടി വരും. അവിടെയാണ് താങ്കളുടെ സഹായത്തിലേക്ക് തേടേണ്ടി വരുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇമെയിൽ വിവാദം, തുടക്കത്തിൽ നല്ല വലിയ മുൻതൂക്കം കൽപ്പിക്കപ്പെട്ട ഹിലരി ക്ലിൻ്റൺ അവിടെ നിന്ന് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നേരിയ മുൻതൂക്കം. കാര്യങ്ങൾ മാറിമറിയാം, കാരണം ചരിത്രം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രവചിക്കാൻ ഒന്നും കഴിയില്ല അവസാന നിമിഷത്തിൽ പോലും. ട്രംപ് ഉണ്ടാക്കിയ ഈ ഒരു പ്രതീതി, ഒരു ഇമെയിൽ വിവാദം ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു സന്ദേഹം ഉണ്ടാക്കിയെടുക്കുക. അതിൽ ട്രംപ് വിജയിച്ചുവോ? എങ്ങനെ കാണുന്നു? റെജി ലൂക്കോസും KVSും സൂചിപ്പിച്ചതുപോലെ അട്ടിമറി സാധ്യതകൾ ഉണ്ട്, കൽപ്പിക്കപ്പെടാം. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു ശ്രീ വിൻസെന്റ്? തുടക്കം മുതലേ ഹിലാരിക്ക് നല്ല മുൻതൂക്കം ക്യാമ്പയിനിലും അതുപോലെ പോപ്പുലർ സെൻറ്റിമെൻറ്റ്സിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബോംബ് പൊട്ടിയ പ്രതീതിയാണ് യഥാർത്ഥത്തിൽ ഈ ഇമെയിൽ വിവാദത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ വിവാദത്തോടു കൂടി ക്ലാസിഫൈഡ് അല്ലാത്ത ഇമെയിൽ സംവിധാനം ഉപയോഗിച്ചു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാത്രമല്ല അവരുടെ ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻറ്റഗ്രിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്കാണ് വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ ഈ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ ഇത്തരം സർക്കാർ ഏജൻസികൾ ഇത്തരം ആരോപണങ്ങൾ പുറത്തുവിടാറില്ല. അതിൽ തന്നെ ഒരു അട്ടിമറിയുടെ ഘടകമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം അമേരിക്കൻ പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള മാറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു നിയോ ട്രഡീഷണലിസം, നവയാഥാസ്ഥികത്വം വളരെ ശക്തമായി വേര് പിടിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ക്ലാസിൻ്റെ ഇടയിലാണ് ട്രംപിന് ഏറ്റവും അധികം സ്വാധീനമുള്ളത്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത വെള്ളക്കാരായിട്ടുള്ള വിവിധ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ കുടിയേറ്റ വിരുദ്ധത, മെക്സിക്കോയുമായിട്ടുള്ള അതിർത്തി അടയ്ക്കണം, അവിടെയുള്ള ആഫ്രോ ഏഷ്യൻ വംശജർ പ്രത്യേകിച്ച് മുസ്ലിമുകളെ അടക്കമുള്ളവരെ പുറത്താക്കണം തുടങ്ങിയിട്ടുള്ള വംശീയതയുടെ ഉയർന്ന തലത്തിൽ എത്തി നിൽക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ സാധാരണ ജോലി ചെയ്യുന്ന ബിരുദധാരികളല്ലാത്ത വെള്ളക്കാരായിട്ടുള്ള വർക്കിംഗ് ക്ലാസിന് ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. യെസ്, അവിടെ ശ്രീ വിൻസെന്റ്, കാരണം ശ്രീ വിൻസെന്റ് ലൈംഗിക ആരോപണങ്ങൾ അടക്കം വരുന്നു, അദ്ദേഹത്തിന്റെ വംശീയ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങൾ, വിദ്വേഷ രീതിയിലുള്ള രാഷ്ട്രീയം, ഇതൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ മുന്നേറ്റം. അത് ഒരുപക്ഷെ റിപ്പബ്ലിക്കന്റെ പൊതുധാര, അതായത് അംഗീകരിക്കപ്പെടുന്ന റിപ്പബ്ലിക്കൻസിന് അവകാശപ്പെടാൻ കഴിയുന്ന ആ പൊതുധാര അദ്ദേഹത്തിലേക്ക് ലഭിക്കുകയായിരുന്നോ, അതോ ഈ സ്വന്തം അല്ലെങ്കിൽ ട്രംപ് എന്ന വ്യക്തിയുടെ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണോ? ആ ദിശയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈ ഒരു മുന്നേറ്റം, ആ തുടക്കത്തിൽ നിന്നുള്ള ആ കിതപ്പ് മാറി മുന്നോട്ട് വരുന്ന ആ ഒരു ഘട്ടത്തെ ഏത് രീതിയിലാണ് ആ നേട്ടത്തെ താങ്കൾ കാണുന്നത്? അതെ, ട്രംപ് എന്ന പൊളിറ്റീഷ്യൻ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഭൂഷണമായിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല. പ്രത്യേകിച്ച് അമേരിക്കയെ പോലെ 1776 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രൗഢമായ ജനാധിപത്യ പാരമ്പര്യമുണ്ട്. അതിലിപ്പം ജോർജ് ബുഷ് ജൂനിയറും അൽഗോറും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിലുള്ള അട്ടിമറിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്കിൽ കൂടി പാർട്ടി തലത്തിലും അതുപോലെ പോപ്പുലർ വോട്ടും ഇലക്ട്രൽ കോളേജ് എല്ലാം ചേർന്നിട്ട് പല ഘട്ടങ്ങളിലായി നടക്കുന്ന ഏറെക്കുറെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല അമേരിക്കയുടെ ജനാധിപത്യ പാരമ്പര്യത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിയല്ല ട്രംപ്. എനിക്ക് തോന്നുന്നു 1930-കളിലൊക്കെ ഈ ഹിറ്റ്ലറുടെയൊക്കെ ഉദയത്തിന് ആധാരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അത്തരത്തിലുള്ള ഒരു വിഷലിപ്തമായ പ്രചരണമാണ് തുടക്കം മുതൽ തന്നെ ഈ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ മിഡിൽ ക്ലാസ് ഒരു 30 വർഷമെങ്കിലും ആയിട്ട് അമേരിക്കയിലെ മിഡിൽ ക്ലാസ് അവരുടെ ജീവിത നിലവാരത്തിൽ കാര്യമായ വളർച്ച ഉണ്ടായിട്ടില്ല. മാത്രമല്ല പല ഘട്ടങ്ങളിൽ 2008 മഹാമാന്ദ്യത്തോടു കൂടി, ഇപ്പോഴും തുടരുന്ന മാന്ദ്യത്തോടു കൂടി മിഡിൽ ക്ലാസിൻ്റെ ജീവിത നിലവാരം വളരെ താഴോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് സെൻറ്റിമെൻറ്റിനെ വളരെ കൃത്യമായി കുടിയേറ്റ വിരുദ്ധത, അതുപോലെ മറ്റേ ഇസ്ലാമോഫോബിയ, വംശീയത, ഇങ്ങനെയുള്ള ഘടകങ്ങളുമായി ചേർത്ത് വെച്ചിട്ട് ഒരു വൈകാരികമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് വിൽസണിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യൻ അമേരിക്കൻ റിപ്പബ്ലിക് പാർട്ടി ചെയർമാൻ, ന്യൂയോർക്ക് സിറ്റിയുടെ ചെയർമാൻ തോമസ് കോശി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തോമസ് കോശി, താങ്കളിലേക്ക് ഞാൻ എത്തുന്നതിന് തൊട്ട് മുൻപ് ആനി രാജയിലേക്ക് ഒന്ന് പോകേണ്ടത്. ശ്രീമതി ആനി രാജ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് താങ്കൾ ഉറ്റുനോക്കുന്നത്? കാരണം പുരോഗമനവാദി, യാഥാസ്ഥിതികവാദി, രണ്ട് ധ്രുവങ്ങളിൽ നിന്നുള്ള ഏറ്റുമുട്ടൽ, കാഴ്ചപ്പാടുകളുടെ ഏറ്റുമുട്ടൽ. ശ്രീമതി ആനി രാജ. പ്രജീഷ്, ഇത് താങ്കൾ സൂചിപ്പിച്ചു പുരോഗമനവാദിയും അതുപോലെ യാഥാസ്ഥിതികരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോഴും ആത്യന്തികമായി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു മുതലാളിത്ത രാജ്യമാണ്, ഒരു ഇമ്പീരിയലിസ്റ്റ് ശക്തിയാണത്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആ സ്വഭാവത്തിൽ, ആ സവിശേഷതയിൽ എന്തെങ്കിലും മാറ്റം വരാതെ ഇവരിൽ ആര് വന്നാലും പ്രകടമായ വലിയ വ്യത്യാസം, ഇന്നുള്ളതിനേക്കാൾ വലിയ വ്യത്യാസമൊന്നും അവിടെ വരാൻ പോകുന്നില്ല. ട്രംപ് ഒരുപക്ഷെ വംശീയതയും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലൊരു നയവുമായി അമേരിക്കയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നു, ഒരുപക്ഷെ ട്രംപ് വന്നാൽ കുറച്ചുകൂടി ഇന്ത്യയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കും എന്നുള്ളതിനപ്പുറത്ത് അത് ഹിലാരിയും അടുത്ത് തന്നെ നിൽക്കും. എന്നാൽ വലിയ വ്യത്യാസമൊന്നും അവരുടെ നയങ്ങളിൽ, വിദേശ നയങ്ങളിലായിരുന്നാലും ശരി, അതുപോലെ ആഭ്യന്തര നയങ്ങളിലായിരുന്നാലും ശരി, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ മടങ്ങിയെത്താം. ശ്രീ തോമസ് കോശി, ട്രംപിന്റെ വിശേഷണങ്ങളാണ് ഈ ചർച്ചയിൽ കേട്ടത്. എങ്ങനെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ, അദ്ദേഹത്തിന്റെ വിജയസാധ്യത എത്രത്തോളമാണ്? ആരോപണങ്ങളൊക്കെ കേട്ട വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു കുതിച്ചുചാട്ടം അദ്ദേഹത്തിന് നടത്താനായി അട്ടിമറി സാധ്യത, നേരിയ മുൻതൂക്കം ഹിലാരിക്ക് കൽപ്പിക്കപ്പെടുന്നതേ ഉള്ളൂ. അട്ടിമറി സാധ്യത എങ്ങനെയാണ് വിജയപ്രതീക്ഷ? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇലക്ഷന് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഇലക്ഷൻ അല്ല, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇലക്ഷനുമല്ല. കഴിഞ്ഞ 8 വർഷം ഒബാമ ഭരണത്തിൽ നിന്നുണ്ടായ അതിർത്തിയാണ് ഈ ജനങ്ങളിൽ ഇപ്പോൾ വലുതായിട്ട് കാണുന്നത്. അത് ഒരു പക്ഷെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയുടെ ഇപ്പൊ തന്നെ എന്നെക്കാട്ടും ഇവിടെ സംസാരിച്ച ആരോ പറയുകയുണ്ടായി, ഇന്ത്യയുടെ ബന്ധം അമേരിക്കയോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പലപ്പോഴും ഇന്ത്യക്ക് ആവശ്യമായിട്ട് വന്ന സമയത്തൊക്കെ തന്നെ ഇന്ത്യയോട് അമേരിക്ക ഒത്തുചേർന്നത് റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിന്റെ കീഴിലാണ്.
കാരണം അതൊന്നും ഒന്ന് PL-480 ഇന്ത്യ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന PL-480 നിർത്തലാക്കപ്പെട്ടത് കാർട്ടറാണ്. അത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. 2, പൊക്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ കീഴിലാണ് അത് നടന്നേ. അന്ന് ഇന്ത്യയുടെ മുകളിൽ ഉപരോധം നടത്തിയത് മറ്റാരുമല്ല, ഇന്ത്യക്ക് പ്രിയങ്കരനായിരുന്ന ബിൽ ക്ലിന്റൺ ആണ്. അപ്പൊ അദ്ദേഹം അത് നടത്തി, ഉപരോധം ഏർപ്പെടുത്തി. അത് കഴിഞ്ഞ് ആ ഉപരോധം മാറ്റിയത് ഒബാമയുടെ ഭരണകാലത്തല്ല, ബുഷിന്റെ ഭരണകാലത്താണ്. ബുഷ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആയപ്പോഴാണ് ഇന്ത്യക്ക് അതിന് ആണവ പരീക്ഷണം നടത്താനുള്ള അവകാശമുണ്ട്, ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞ് ആ ഉപരോധം എടുത്തു മാറ്റിയത്. ശ്രീ തോമസ് കോശി ഒക്കെ പറയുമ്പോൾ ഈ കുടിയേറ്റ വിരുദ്ധത കൽപ്പിക്കപ്പെടുന്ന ചില നെഗറ്റീവ് ആസ്പെക്ട്സുകൾ ഉണ്ട്. അത് ഭയപ്പെടുത്തുന്നുണ്ടോ? പല രാജ്യങ്ങളിൽ നിന്നായി വരുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ പ്രകടമായി പറയുന്ന രീതിയിലാണെങ്കിൽ വലിയ ഭയപ്പാട് ഉണ്ടാക്കുന്ന തരത്തിലാണ്. പാർട്ടിയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർക്കോ ഇന്ത്യൻ അമേരിക്കൻസിനോ ഒരു പ്രയോജനവുമില്ല. 2, പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ത്യൻ അമേരിക്കൻസ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സമുന്നത നിലവാരം നടത്തുന്നവരാണ്, ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നവരാണ്. ആവറേജ് സാലറി 103,000 ആണ്. ഇമിഗ്രൻസ് മോസ്റ്റ് സക്സസ്ഫുൾ കമ്മ്യൂണിറ്റിയാണ് ഈ അമേരിക്കയിലെ. അപ്പം ഇവിടെ സാലറി ഇവരുടെ നോക്കിക്കഴിയുമ്പോൾ 103 ആണ്. ഒബാമ ഭരണകൂടവും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്കും വേണ്ടത് എന്താണ്? അവർക്ക് ഉള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങി സാധാരണപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല. ഫ്രീ ആയിട്ട് ഇവിടെ ഫ്രീ ചെക്ക് വിതരണം നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡെമോക്രാറ്റ്സ് ഇപ്പോൾ മെക്സിക്കൻ ബോർഡറിൽ നിന്നും ആൾക്കാർ ഇല്ലീഗലായിട്ട് വരുന്നു. അത് ഇല്ലീഗലായിട്ട് വരുന്ന ഒരു റേസ് മാത്രം ഈ രാജ്യത്ത് കടന്നുകൂടി ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതി തന്നെ മാറ്റുന്നു. അവിടെ ശ്രീ തോമസ് കോശി അവിടെ പറയുമ്പോൾ ഈ അടിസ്ഥാന ശമ്പള വർധനവിൽ പോലും നിങ്ങളെടുത്ത നിലപാട് അത് ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് തലത്തിലേക്ക് കമ്പനികളുടെ ഒക്കെ തന്നെ നിലനിൽപ്പ് നോക്കിയാണോ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ഇതൊക്കെ ഒരുപക്ഷെ ഡെമോക്രാറ്റുകളുടെ അവരുടെ ഒരുപക്ഷെ പുരോഗമനവാദപരമായ നിലപാടിന്റെ ഭാഗമായിരിക്കാം അവർ പറയുന്നത്. പക്ഷേ യാഥാസ്ഥിതിക പറയുമ്പോഴും ഇതിനൊക്കെ ഒരു മാറ്റം ഇന്നത്തെ സമ്പദ്ഘടനയിൽ വരേണ്ടതല്ലേ? അവിടെയൊക്കെ ഒരു എതിർപ്പ് എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നു? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ന് അമേരിക്കയുടെ നിലപാട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ 8 വർഷത്തെ ഭരണത്തിൽ നിന്നും അമേരിക്കയുടെ നമ്പർ 1 സ്ഥാനത്ത് നിന്നും അമേരിക്കയുടെ സ്ഥാനത്തിന് മങ്ങലേറ്റിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ അമേരിക്കയെ തകർക്കണമെന്നും പറഞ്ഞ് ഒരു വിഭാഗം, ഒരു കമ്മ്യൂണിറ്റിയിൽ ഏതാനും ആൾക്കാർ അല്ലെങ്കിൽ ഏതൊരു ചെറിയൊരു വിഭാഗം അമേരിക്കയെ തകർക്കണമെന്ന് പറഞ്ഞ് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇന്നത്തെ ന്യൂസാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇലക്ഷനിൽ 8-ാം തീയതി നടക്കുന്ന അമേരിക്കൻ ഇലക്ഷനിൽ ISIS ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ ഇലക്ഷന് അമേരിക്കക്കെതിരായിട്ട് അറ്റാക്ക് ഉണ്ടാകണമെന്ന് ഇതിനകത്ത്. അതെന്തായാലും നമ്മുടെ ആഭ്യന്തര വിഷയം. ഇവിടെ നമുക്ക് ഒരു കാര്യം, ഒരു ഇന്ത്യയിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ എത്രത്തോളം ദൃഢത ആർക്ക് കൽപ്പിക്കാൻ കഴിയും, ആർക്ക് നൽകാൻ കഴിയും? അവിടെയാണ് ഞാൻ പറയുന്നത് സ്ഥിരാംഗത്വം ഇന്ത്യയുടെ ഈ ആവശ്യത്തിന് എത്രത്തോളം അനുഭാവപൂർണമായ ഒരു നിലപാട് ട്രംപിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രതീക്ഷ എന്തായാലും ഇന്ത്യൻസിന് നൽകുന്നുണ്ട്. അത് പൂർത്തീകരിക്കാൻ എന്തുറപ്പാണ് ഒരു പക്ഷേ നൽകാൻ കഴിയുക? ഇപ്പോൾ ഇന്ത്യക്ക് എതിരായിട്ട് യുണൈറ്റഡ് നേഷന്റെ അംഗത്വത്തിന് എതിര് മെയിനായിട്ട് നിൽക്കുന്നത് ചൈനയാണ്. അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് ശക്തനായ ഒരു ലീഡർ ഉണ്ടാകണം. ഇന്ത്യയോട് നല്ലവണ്ണം സ്നേഹം ഉണ്ട്, അല്ലെങ്കിൽ ചുമ്മാതെ സംസാരിച്ചാൽ പോരാ എനിക്ക് ഇന്ത്യയോട് സ്നേഹമാണെന്ന് പറയുക മാത്രമല്ല, പ്രവൃത്തിയിൽ കാണിക്കണം. ഒബാമ പോലെയല്ല, അല്ലെങ്കിൽ ക്ലിന്റനെ പോലെയല്ല. പാർട്ടിയുടെ ഇപ്പോഴത്തെ നയമെന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്ഥിര അംഗത്വം കിട്ടണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തോമസ് കോശിയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ KBS, അത് സാധ്യമാണോ അത്ര പെട്ടെന്ന്? കാരണം അതോ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇത്രത്തോളം KBSലേക്ക് പോകും മുമ്പ് ശ്രീ റെജി ലൂക്കോസ്, അത് സാധ്യമാണോ? അത്ര നമുക്ക് പറയാൻ കാര്യങ്ങൾ എളുപ്പമാണ്. ഇന്ത്യൻസിന്റെ ഇത്ര ശതമാനം വരുന്ന ഇന്ത്യൻസിന്റെ തിരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ഒരു വാചകം മാത്രമായിട്ടാണോ കാണേണ്ടത്, അതോ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടോ താങ്കൾ?
പ്രതീക്ഷ ഇതിനെ രണ്ട് രീതി കാണാം. ഈ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ല സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാലയളവിൽ ഇദ്ദേഹത്തിനോട് ഇന്ത്യയെക്കുറിച്ച് ചോദ്യം അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം എനിക്ക് ഇന്ത്യയെക്കുറിച്ച് കാര്യമായിട്ട് ഒന്നും അറിയത്തില്ല, അത് ഏഷ്യയിലെ ഒരു രാജ്യമാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇന്ത്യൻസിന് നല്ലൊരു വിഭാഗം റിപ്പബ്ലിക്കൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നും ഇന്ത്യയോട് അനുഭാവം കാണിച്ചിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി അവിടെ ഭരണകക്ഷിയായിട്ടിരിക്കുമ്പോൾ അത് റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെയാണ്. നമുക്കറിയാം ഒബാമയും മോഡിയുമായിട്ടും ഇതിനു മുമ്പുള്ള നമ്മുടെ മൻമോഹൻ സിംഗുമായിട്ടൊക്കെ വളരെ ഗുരുതുല്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടെന്നുണ്ടെങ്കിലും നിർണായക ഘട്ടങ്ങളിൽ അമേരിക്കയുടേതായ ഒരു സഹായഹസ്തം ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വസ്തുത അടിസ്ഥാനരഹിതമാണ്. അമേരിക്കയിൽ മില്യൻസ് പിന്നെ ഇല്ലീഗൽസ് ഉണ്ട്. അതായത് അവിടെ ഒരു രേഖയുമില്ലാണ്ട് മെക്സിക്കോയിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വന്നു കയറിയിരിക്കുന്ന പിന്നെ ഇല്ലീഗൽസ് എന്ന് പറയുന്ന ഒരു ലക്ഷക്കണക്കിന് അവിടെയുണ്ട്, കോടിക്കണക്കിനുണ്ട്. അവരില്ലാതെ അമേരിക്ക മുമ്പോട്ട് പോകത്തില്ല. കാരണം അമേരിക്കയിലെ വെള്ളക്കാർ മടിയന്മാരാണ്. ഞാൻ അവിടെ ജീവിച്ചിരുന്ന ആൾ, എനിക്കറിയാൻ പറ്റും. അവർ മടിയന്മാരാണ്, അവർ കാര്യമായി ജോലി ചെയ്യരുത്, അടിമപ്പണി പോലുള്ള പണികൾ ചെയ്യുന്നവരെല്ലാം ഈ പറയുന്ന ഇല്ലീഗൽസ് ആണ്. പിന്നെ ആഫ്രിക്കൻ ബ്ലാക്സ്, അമേരിക്കൻ ആഫ്രിക്കൻ ബ്ലാക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ വളരെ നിർണായകമാണ്. അതേതാണ്ട് 28% വോട്ട് അവർക്കുണ്ട്. അവരുടെ മനസ്സ് എനിക്ക് തോന്നുന്ന ഇത്തവണ അത് ഈ പുരുഷന്മാർക്കുള്ള ഈ പിന്നെ മറ്റ് സാമുദായികമായിട്ട് ട്രംപ് മുതലെടുത്തിരിക്കുന്ന വികാരം അവരിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അവരുടെ പിന്തുണ ഈ ട്രംപിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ അന്തർദേശീയ തലങ്ങളിൽ അമേരിക്ക യുദ്ധവരി കാണിച്ചിട്ടുണ്ട്. ഉദാഹരണം വിയറ്റ്നാം. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് മധ്യേഷ്യയും പശ്ചിമേഷ്യയും പിന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരവാദവും അതുപോലെ തന്നെ ഇറാഖ്, സിറിയ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത രീതിയിൽ തകർത്ത് കളഞ്ഞതിന്റെ ഉത്തരവാദിത്വം ജോർജ് ബുഷിനെ പോലെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭരണത്തലവന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ചരിത്ര പശ്ചാത്തലങ്ങൾ അവർക്കുണ്ട്. പക്ഷേ എനിക്കിവിടെ പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രത്യേകിച്ച് സമയം തരണം. ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളും ഈ രണ്ട് സ്ഥാനാർത്ഥികളും അമേരിക്കയെ സംബന്ധിച്ചോളം തികച്ചും അതായത് അമേരിക്ക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അർഹരല്ല എന്നുള്ളൊരു വികാരം അമേരിക്കയിലുണ്ട്. കാരണം അതിലേക്ക് ചർച്ച വരാം. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയത്. ശ്രീമതി ആനി രാജ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു കാര്യം, കാരണം രണ്ട് ധ്രുവങ്ങളിലൂടെയുള്ള പോരാട്ടം, കാഴ്ചപ്പാടുകളുടെ പോരാട്ടം, ആ പോരാട്ടം പരിശോധിക്കുമ്പോൾ മേന്മയുള്ള സ്ഥാനാർത്ഥികളായിരുന്നുവോ ഈ രണ്ട് തലങ്ങളിലേക്കും എത്തപ്പെട്ടത്? കാരണം ഇവിടെ ട്രംപിന്റെ വിരുദ്ധത ഹിലരി പക്ഷം പറയുന്നു, ഹിലരി പക്ഷം ഉയർത്തിക്കാട്ടുന്നു. ഇവിടെയൊക്കെ ഒരു നിഷ്പക്ഷരായ ഒട്ടേറെ വോട്ടർമാരുടെ വലിയൊരു മാസ് വോട്ടുണ്ട്. ഈ രണ്ട് ധ്രുവങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും നോക്കിക്കാണാൻ കഴിയുന്ന ഈ രണ്ട് ധ്രുവങ്ങളിലൂടെയുള്ള ചർച്ചകളിലേക്ക് പോയാൽ മേന്മ എങ്ങനെയാണ് താങ്കൾ അളക്കുന്നത് സ്ഥാനാർത്ഥികളുടെ? ഇതില് പ്രതീക്ഷ മേന്മ അളക്കുക എന്ന് നമ്മളത് മേന്മ അളക്കേണ്ട കാര്യമുണ്ടോ? അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, അവർ ഉയർത്തുന്ന അവരുടെ നിലപാടുകൾ, അതിനെ ആശ്രയിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ വർഗീയത പറയുന്നു, അതുപോലെ തന്നെ വംശീയത പറയുന്നു, അമേരിക്കക്കാർ മാത്രം മതി അമേരിക്കയിൽ എന്ന് പറയുന്ന ഒരു യൂണിഫോമിറ്റി എടുത്തു കാണിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ, അത്തരം ഒരു നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, കോടിക്കണക്കിന് മറ്റ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ രണ്ടാം സ്ഥാനത്താണ്. അതുപോലെ മെക്സിക്കോയിൽ നിന്നും അമേരിക്കൻ ആഫ്രിക്കൻസും അതുപോലെയൊക്കെയുള്ള മൈഗ്രൻസ്, അവരുടെ സംഖ്യ മാത്രമല്ല അവരുടെ പങ്ക് അമേരിക്കൻ സാമ്പത്തിക ഘടനയിൽ, സാമ്പത്തിക വ്യവസ്ഥയിൽ, അമേരിക്കയുടെ എല്ലാ മേഖലകളിലും ആ ജനങ്ങൾക്കുള്ള നിർണായകമായ പങ്ക്, അതിനെ തിരസ്കരിച്ചുകൊണ്ട് അവരെയൊക്കെ പുറത്താക്കണമെന്ന് പറയുന്നതിനോട് ഇന്നത്തെ ഒരു ആഗോള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അതിനെ ഒരു കാര്യത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. എന്നാൽ തീർച്ചയായും നേരത്തെ ആരോ സൂചിപ്പിച്ചു, ട്രംപിനാണ് മുൻഗണന. ട്രംപ് ജയിച്ചു വന്നാൽ ഞാൻ കാണുന്ന ഒരു കാര്യം, ഇന്ത്യയോട് കുറെ കൂടി താല്പര്യം കാണിക്കും. ആ താല്പര്യം കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൈനയെ ചെറുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. കാരണം ചൈനയുടെ ആ ഒരു ആധിപത്യം, അമേരിക്കയുടെ പല നിലകളിലുമുള്ള ഒന്നാം സ്ഥാനം മറികടന്നത്, അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് ആ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ആ ചൈനയെ തകർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ച്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ട്രംപ് ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്നതിനും ഇന്ത്യയുടെ മിഡിൽ ക്ലാസിനെ കൂടുതൽ സുഖിപ്പിക്കുന്നതിനും ഒക്കെയുള്ള പരിശ്രമം പരിധിയിൽ ശ്രീമതി ആനി രാജ, സുഖപ്പീരിന്റെ പരിധിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം
അത് അതിൻ്റെ കടമ്പ തള്ളി നീങ്ങുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം, ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഇമ്പീരിയലിസമാണ് അതിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ആ രാജ്യം തീർച്ചയായും അതിന്റെ ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് അത് എപ്പോഴും വെച്ച് പുലർത്തും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ലോകത്തിൽ ഏവരാലും അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ ലോകത്തിൽ പ്രമുഖ സ്ഥാനമുള്ളതോ ആയ മറ്റൊരു രാജ്യം കൂടി ആ ഘടകത്തിലേക്ക് കടന്നു വരേണ്ട എന്ന്, സെക്യൂരിറ്റി കൗൺസിലേക്ക് കടന്നു വരണമെന്ന് അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഒരു ഭാഗത്ത് സൗഹൃദം വളരെ ഊഷ്മളമായി നിലനിർത്തുമ്പോൾ പോലും അത്ര ഈസിയായി, അത്ര ലാഘവത്തിൽ അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ ഇന്ത്യക്ക് ഈ രക്ഷാ കൗൺസിലുള്ള സ്ഥാനത്തേക്ക് അമേരിക്കയുടെ പിന്തുണ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. തീർച്ചയായും അത് ആര് വന്നാലും, ഹില്ലാരി വന്നാലും ശരി, അതല്ല ട്രംപ് വന്നാലും ശരി. ആ വിദേശ നയത്തിലെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവിടെ ട്രംപോ ഹിലരിയോ അല്ലെങ്കിൽ രണ്ട് വിദേശ നയത്തിന്റെ കാര്യത്തിൽ ആനിരാജ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുമായിട്ടുള്ള നിലപാട് എന്ത് വളരെ ഘടകമാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വസ്തുതകളിൽ ഒന്നാണത്. അതിലേക്ക് വന്നാൽ താങ്കൾ എങ്ങനെ രണ്ട് ധ്രുവങ്ങളിലുള്ള എടുക്കുന്ന സമീപനങ്ങൾ, ഇന്ത്യൻസിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള നയങ്ങളെ, അത് റിപ്പബ്ലിക്കന്റെയും ഡെമോക്രാറ്റുകളുടെയും ചരിത്രം കൂടി ഒരുപക്ഷെ ചേർത്ത് വായിച്ച് താങ്കൾ പറഞ്ഞാൽ? പ്രതീക്ഷ എന്നോടാണോ? അതെ അതെ, ശ്രീ KVS. പ്രതീക്ഷ, അതില് ശ്രീമതി ആനിരാജ പറഞ്ഞതിൽ കുറെ ഫാക്ട്സ് ഉണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് ട്രംപിന്റെ ചില പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ ഈ അമേരിക്കയുടെ വ്യാപാര ഇടപാടുകളെ സംബന്ധിച്ച ചില സൂചനകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇന്നുള്ള വ്യാപാര ഇടപാടുകൾ മുഴുവൻ തച്ച് തകർക്കണം. അതിലേറ്റവും പ്രധാനം റഷ്യയും ചൈനയുമാണ് അദ്ദേഹം എയിം ചെയ്തിട്ടുള്ളത്. ചൈനയുമായിട്ട് നമ്മൾ എന്തിന് ഇത്രയും കരാറുകൾ ഉണ്ടാക്കുന്നു? ഇപ്പോൾ തന്നെ അവരുടെ വ്യാപാര ഇടപാടിലുള്ള കമ്മി ഇത്രയോ കോടിയുടെ കണക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. റഷ്യയുമായിട്ടുള്ള എന്തിനാണ് ഇതുപോലൊരു കരാറിന് നമ്മൾ പോകുന്നത്? അപ്പോൾ ആ തരത്തിൽ ഈ വ്യാപാര രംഗത്ത്, അമേരിക്കയുടെ വ്യാപാര രംഗത്ത് ഒരു സമൂലമായ അഴിച്ചുപണിയെക്കുറിച്ച് അദ്ദേഹം ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രതിസന്ധി ഒന്നും ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നമ്മുടെ GDP റേറ്റും മറ്റും സാധാരണ നിലയ്ക്ക് മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെ ഭേദമാണ്. നമ്മൾ പൊതുവെ ഒരു സ്റ്റേബിൾ പൊസിഷൻ നമ്മൾ കുറേ നാളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായിട്ട് ആ കാലഘട്ടം മുതൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതിനകത്ത് നമുക്കൊരു ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ന് വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അവരുടെ എക്കണോമി വല്ലാതെ മോശമായിരിക്കുന്നു. പ്രത്യേകിച്ച് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത് ഓയിൽ എക്സ്പോർട്ട്സ് ആണ്. അപ്പോൾ ഓയിലിൽ വന്നിട്ടുള്ള വില തകർച്ച സ്വാഭാവികമായിട്ടും റഷ്യയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം ആദ്യം മുതലേ ട്രംപ് കാണിച്ചിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നേരത്തെ നമ്മുടെ തോമസ് കോശി അമേരിക്കയിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കാരുടെ വികാരം, ഇന്നിപ്പോൾ ഇന്ത്യൻ അമേരിക്കൻസിൻ്റെ വികാരം, അത് സ്വാഭാവിക നമ്മൾ പൊതുവെ കാണുന്നത് ഇപ്പോഴത്തെ ഭരണകൂടം ഒബാമയ്ക്കെതിരാണ്. അതുപോലെ തന്നെ അത് ട്രംപിന് അനുകൂലമാവുകയും ചെയ്യുന്നു. ഒരു വിശേഷണം ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം, ഇന്ത്യൻ വംശജരുടെ പ്രത്യേക സമ്മേളനങ്ങൾ ട്രംപ് പല ഭാഗത്തും വിളിച്ചു കൂട്ടിയിരിക്കുന്നു. അതിൽ അദ്ദേഹം പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഒരു സമ്മേളനം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കണ്ടത്, ഒരു പ്രദേശത്ത് ഹിന്ദു അമേരിക്കൻസിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദു അമേരിക്കൻസ് അവരുടെ മീറ്റിംഗ് ട്രംപ് വിളിച്ചു കൂട്ടിയിരിക്കുന്നു. ആ സമ്മേളനത്തിൽ ട്രംപ് പോയി സംസാരിച്ചിരിക്കുന്നു. 10,000 പേർ അതിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ഒരു വാർത്ത. അപ്പോൾ ആ തലത്തിൽ ഞാൻ നിസ്സാരമായിട്ടല്ല നമ്മളിതിനെ കാണേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ വെൽ മാനേജ്ഡ് ആയിരുന്നു. എവിടെയാണ് കയറി പിടിക്കേണ്ടതെന്ന് അതിന്റെ ഉത്തരം തേടേണ്ടതുണ്ട്. ഡെമോക്രാറ്റിക് പ്രതിനിധി ഓക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി ആനി പോൾ, അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വെല്ലുവിളി ഉയരുന്നുണ്ടോ ഹിലരിക്ക്? കാരണം ആദ്യത്തെ ഘട്ടത്തിലെ
ശതമാനക്കണക്കുകളിൽ നിന്നും ഏറെ പിന്നോക്കം പോകുന്നു. ഇനി 2 നാൾ മാത്രമേ ഉള്ളൂ. നേരത്തെ KVS ഹരിദാസ് ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി സൂചിപ്പിച്ചതുപോലെ വെൽ പ്ലാൻഡായി തന്നെ ട്രംപ് മുന്നേറുമ്പോൾ വെല്ലുവിളി ഉണ്ടോ? നമസ്കാരം. ഹിലരി ക്ലിന്റന്റെ ക്യാമ്പയിനും നല്ല വെൽ പ്ലാൻഡ് ആണ്. ഈ ട്രംപ് കൊണ്ടുവരുന്ന എല്ലാ കംപ്ലൈൻസ് അല്ലെങ്കിൽ എല്ലാ ഇതും അതൊന്നും ഹിലരിയെ ബാധകമല്ല. ഹിലരി മുമ്പോട്ട് തന്നെ പോകുന്നു. ഇപ്പോഴും ദ ലേറ്റസ്റ്റ് പോപ്പുലർ വോട്ട് അനുസരിച്ച് 48.4% ആണ് ഹിലരിക്ക്. അതേസമയത്ത് ഡൊണാൾഡ് ട്രംപിന് 45.5% ആണ്. അതുകൊണ്ട് ഹിലരി ആയിരിക്കും അടുത്ത പ്രസിഡന്റ്. ഹിലരി ജയിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ അത് മാറി മറയാനുള്ള സാധ്യത ഉണ്ട് ആനി. കാരണം ആ രീതിയിലായിരുന്നു ഓരോ ഘട്ടങ്ങളും പോയത്. മാത്രമല്ല ഇലക്ട്രൽ കോളേജിലേക്ക് എത്തിയാൽ പോലും അത് മാറി മറിഞ്ഞ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വലിയ വെല്ലുവിളിക്കുള്ള സാധ്യത കൂടി കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനെയെല്ലാം ചെറുക്കാൻ കഴിവുള്ള ഒരു ഉരുക്കു വനിതയാണ് ഹിലരി ക്ലിന്റൺ. ഫോർമർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിലും US സെനറ്റർ എന്ന നിലയിലും ഫസ്റ്റ് ലേഡി എന്ന നിലയിലും നല്ല രാഷ്ട്രീയ ജ്ഞാനവും ഭരണപാഠവുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ഹിലരി ക്ലിന്റൺ. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് എന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്? ആ എക്സ്പീരിയൻസ് ഡോക്ടർ ആനി, ആ എക്സ്പീരിയൻസിന്റെ ഘട്ടത്തിലേക്കൊക്കെ പറയുമ്പോഴാണ് ഇമെയിൽ വിവാദം പരിശോധിക്കുക. അതിൽ ഇമെയിൽ വിവാദത്തിൽ വ്യക്തമായ അമേരിക്കൻ ജനതയ്ക്ക് ബോധ്യമായ ഒരു വിശദീകരണം നൽകാൻ ഹിലരിക്കായിട്ടുണ്ടോ? 6 മാസത്തിൽ കൂടുതലായി ഇമെയിൽ സിസ്റ്റം ചെക്കിംഗ് കൊണ്ട് നടന്നിട്ട് ഇതുവരെ ഒരു കാരണമായ ഒരു റീസണബിൾ ആയിട്ട് എന്തെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു തോന്നുന്ന തരത്തിലുള്ള ഒരു രാജ്യസുരക്ഷയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലേക്കുള്ള മറുപടി നൽകാനായിട്ടുണ്ടോ ആനി, ഡോക്ടർ ആനി? അതാ ഞാൻ പറഞ്ഞത്, 6 മാസത്തിൽ കൂടുതലായിട്ട് അവര് ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇമെയിൽ. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രോസിക്യൂട്ടബിൾ ആയിട്ടുള്ള റീസൺസ് കിട്ടിയിട്ടുണ്ടോ? യെസ്, തീർച്ചയായും. ഞാൻ ആനി ദയവായി തുടരണം. ടെലിഫോൺ ലൈനിൽ ശ്രീ റെജി ലൂക്കോസ് അവിടെ ആണ്. സമർത്ഥമായ രീതിയിൽ ഒരു വംശീയത കാര്യങ്ങളൊക്കെ ആരോപിക്കപ്പെടുന്നു. മുസ്ലിം വിരുദ്ധത പറയുമ്പോഴൊക്കെ അതിനെ മറികടക്കാൻ വെൽ മാനേജ്മെൻറ്റ് അത് ട്രംപ് പയറ്റുന്നുണ്ട്. അത് വിജയം കാണുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തായാലും ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നില്ലേ എന്ന ഒരു സന്ദേഹം. അല്ല ഡോക്ടർ, ബഹുമാനപ്പെട്ട ആനി US നിന്ന് സൂചിപ്പിച്ചതിൻ്റെ അകത്തൊരു ചെറിയ വശമുണ്ട്. എന്താ വെച്ചാൽ ഹിലരി ക്ലിന്റന്റെ എലക്ഷൻ ക്യാമ്പയിൻ്റെ മാനേജ്മെന്റ് തകർന്നു എന്നുള്ളൊരു വലിയ തെളിവുണ്ട് അമേരിക്കയിൽ. എന്താണെന്ന് വെച്ചാൽ ഹിലരി ക്ലിന്റന്റെ അമിതമായ ആത്മവിശ്വാസം തന്നെയായിരുന്നു. അതിലേക്ക് ഒരു ചെറിയൊരു വിശദീകരണം തരാം. ഹിലരി ക്ലിന്റന്റെ ഇന്നലകൾ ലോകത്തിന് മുഴുവൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ നമ്മൾ കരുതിയിരുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇമെയിൽ അപവാദം തീർച്ചയായിട്ടും ഡോക്ടർ ആനി പറയുന്ന പോലെയല്ല. അമേരിക്കൻ ജനതയുടെ മുമ്പിൽ ഇവർ ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആണെന്നുള്ളൊരു ചിന്തയോടെ വന്നിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ഡെമോക്രാറ്റിക് കക്ഷി തന്നെ ഈ ട്രംപിനെതിരെ 6 അറിയപ്പെടുന്ന മോഡലുകളുമായിട്ട് ഇദ്ദേഹത്തിന് അഭീതമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവിടെ കഥകൾ പറഞ്ഞു. 2-3 ചിത്രങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു. പക്ഷേ മുൻകാലങ്ങളിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള മഹത്വം, അവരുടെ ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒരു വലിയ ഘടകമായിരുന്നു. പക്ഷേ ഈ ഇലക്ഷനിൽ കണ്ട ഒരു വലിയ പ്രത്യേകത, അത്തരം അപവാദങ്ങൾക്ക് അമേരിക്കൻ ജനത ഒരു തരത്തിലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതിന് ചെവി കൊടുത്തില്ല. അതിൻ്റെ കാരണം മുഖ്യമായിട്ടും ഈ പറയുന്ന ട്രംപ് മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? അമേരിക്കയ്ക്ക് ലോകത്തിന് മുമ്പിൽ ഇടിഞ്ഞ ആ അന്തസ്സ് തിരിച്ചു കൊണ്ടുവരണം. അമേരിക്ക അനുഭവിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു അറുതി വരണം. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഡോക്ടർ ആനി മാത്യുവിൻ്റെ നാട്ടിലെ സൗത്ത് സ്റ്റേറ്റായ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ ഒരു തീവ്രവാദി, ഒരു മുസ്ലിം തീവ്രവാദിയുടെ വെടിവയ്പിൽ 52 പേര് മരിച്ചുപോയി. 60ഓളം പേർക്ക് പരിക്ക് പറ്റി. 6 ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് 40 കിലോമീറ്റർ അകലെയുള്ള നിശാ ക്ലബിൽ ഇതുപോലെ വെടിയുതിർത്ത് 4 പേര് മരിച്ചുപോയി. അന്ന് ട്രംപ് അന്നേരം തന്നെ ഉണർന്നിട്ട് പറഞ്ഞെന്തായിരുന്നു? അമേരിക്ക ഭീകരവാദത്തിന്റെ വക്കിലാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരണം, അമേരിക്കയുടെ ശക്തി വീണ്ടെടുക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ഹിലാരി ക്ലിന്റൺ ആ 2 സംഭവത്തിലും 6 മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതികരിച്ചത്. അത് അമേരിക്കൻ ജനതയിൽ കൃത്യമായ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഡോക്ടർ ആനി ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഡോക്ടർ ആനി, ചില റിയാലിറ്റീസ് അമേരിക്കൻ ജനത ഉൾക്കൊള്ളുന്നുണ്ട്. അത് നേരത്തെ ചർച്ചയിൽ പങ്കുചേർന്നവരൊക്കെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആശങ്കകൾ, അവിടെ സ്ത്രീ വിരുദ്ധതയോ അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയമോ മുസ്ലിം വിരുദ്ധ പരാമർശമൊക്കെ നിങ്ങൾ അതുമാത്രം ഉന്നയിച്ച് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ
അംശങ്ങൾ പരിശോധിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ അമേരിക്കൻ ജനത ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് അടിയറവ് പറ്റിയിരിക്കുന്നു ട്രംപിന് മുന്നിൽ. ഒഹോയും അരിസോണ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ സ്വാധീന മേഖലയായ ജോർജിയ, ഇവിടെയൊക്കെ കണ്ട ഒരു മുന്നേറ്റം, അതിലൊക്കെ തന്നെ ഒരു അമിതാത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായി. ഇങ്ങനെ പല ഘടകങ്ങൾ പരിശോധിച്ചാൽ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, റിയാലിറ്റീസ് പലതും അമേരിക്കൻ ജനത ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഒരു വെല്ലുവിളിയായി മാറില്ലേ ഡോക്ടർ ആനി? ഇലക്ഷൻ കഴിയുന്നവരെ രണ്ടുപേരും പലതും തീർച്ചയായിട്ടും ഹിലരിക്ക് ഇതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഹിലരി മുന്നേറുകയാണ്. ഇപ്പോഴും തടസ്സങ്ങളുണ്ടാകും, അതിനെല്ലാം വിജയിക്കാനുള്ള കഴിവാണ്, അതിനൊക്കെ തരണം ചെയ്യാനുള്ള കഴിവാണ് പ്രസിഡന്റ് ഹിലരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നല്ലൊരു ഗ്രൂപ്പുണ്ട്, ഉച്ചയ്ക്ക് കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിന് പോകാനുള്ളതാണ്. അതുപോലെ പല കാര്യങ്ങളും ഇവിടെ കൂട്ടായ്മയാണ്, വലുതാണ് ഇവിടെ എല്ലാവരും ഹിലരി ക്ലിന്റന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഐ തിങ്ക് വി ക്യാൻ വിൻ ദിസ് ഇയർ എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ എന്ത് മുന്നേറ്റമാണ്? കാരണം ട്രംപിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു വിഭാഗം ഇന്ത്യക്കാർ, അവർക്ക് നൽകിയത് ഇന്ത്യയുമായുള്ള അടുപ്പം, രക്ഷാസമിതിയിലടക്കം നൽകുന്ന ഇന്ത്യയുടെ പിന്തുണ, സ്ഥിരാംഗത്വത്തിനായുള്ള പിന്തുണ, ഇതൊക്കെയാണ് ഉയർത്തുന്നത്. അവിടെ ഹിലരിക്ക് മറിച്ചുള്ള കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് പണ്ട് തൊട്ടേ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ആയിരുന്ന ഒബാമ, അതിന് മുമ്പുണ്ടായിരുന്ന ഇവരൊക്കെ ഇന്ത്യയുമായിട്ട് നല്ല കൂട്ടായ്മയാണുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണം ഉണ്ടാകും ഹിലരി വന്നാല് എന്നുള്ളത് യാതൊരു സംശയമില്ല. ട്രംപ് അതേ സമയത്ത് ബില്യണറാണെന്ന് ക്ലെയിം ചെയ്യുന്നെങ്കിലും ഇത്രമാത്രം ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്തൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതൊക്കെ നമുക്ക് ഹിലരി ആയിരിക്കും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. യെസ്, മടങ്ങിയെത്താൻ തുടരുക. ശ്രീമതി ആനി രാജ, താത്വികമായി അവലോകനം ചെയ്താൽ റിപ്പബ്ലിക്കൻസും അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സുകളും വലിയ വ്യത്യാസമൊന്നുമില്ല, ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. പക്ഷേ ബാക്കി എന്ന ഒരു തരത്തിലേക്ക്, കാരണം ഇന്ത്യയുടെ വശത്ത് നിന്ന്, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം വിദേശ നയത്തിൻ്റെയൊക്കെ തന്നെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിലൊരു ഒരു വ്യത്യസ്തത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഇത് കഴിഞ്ഞ അതായത് ഈ ആഗോളവൽക്കരണ പ്രക്രിയ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ടേക്ക് ക്രമാനുഗതമായി നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓരോ വർഷവും ബജറ്റ് സമ്മേളനത്തിന് തൊട്ടു മുന്നേ, പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുന്നേ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ്, രാഷ്ട്രപതി പ്രസംഗം നടത്തുമ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പ്രസംഗങ്ങൾ എടുത്ത് ഒരു താരതമ്യം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വിദേശ നയം സംബന്ധിച്ച് വരുമ്പോൾ ഓരോ രാജ്യം, നമ്മൾ അയൽ രാജ്യങ്ങളെ ആദ്യം മുന്നേ അയൽ രാജ്യങ്ങളെയായിരുന്നു ഏറ്റവും ആദ്യം പരാമർശിച്ചിരുന്നത്, അതിനുശേഷം മറ്റു രാജ്യങ്ങളെ, അങ്ങനെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, അങ്ങനെയായിരുന്നു ആ ഒരു ഘടന. എന്നാൽ കഴിഞ്ഞ ഈവൻ UPA ഗവൺമെന്റ് കാലത്ത് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം, ക്രമേണ അതിൻ്റെ അയൽ രാജ്യങ്ങളെ അവസാന ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും ഏറ്റവും ആദ്യം അമേരിക്ക നമ്മുടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഇടം കണ്ടെത്തുകയും ചെയ്യുന്ന, വർഷാവർഷം ഇടം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് ട്രംപ് വന്നാലും അത് തന്നെ ഒന്നുകൂടി, ട്രംപ് വന്നാൽ ഇന്ത്യയുമായി കൂടുതൽ അടുക്കും, കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നതിന് എൻ്റെ മുന്നിൽ 2 കാരണങ്ങളാണ്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് ചൈനയെ തകർക്കുക എന്നുള്ള ഒരു കാര്യം. കാരണം ചൈനയാണ് ഇന്ന് ചൈനയ്ക്കാണ് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് അമേരിക്ക, ഏറ്റവും അധികം ലോൺ വാങ്ങിയിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ചൈനയുടെ ആധിപത്യത്തെ തകർക്കുക എന്നുള്ളത്, അവിടെയുള്ള ഓരോ സാധനങ്ങളും ചൈനീസ് നിർമ്മിതമായിട്ടുള്ള സാധനങ്ങളാണ്. ആ രീതിയിലൊക്കെ ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അമേരിക്കൻ സമ്പദ്ഘടനയെ ഒന്ന് മേൽക്കൈ നേടുന്നതിന് വേണ്ടി ചൈനയെ പിന്നോട്ട് തള്ളേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇന്ത്യയുടെ മിഡിൽ ക്ലാസിനെയും ലക്ഷ്യം വെക്കുകയാണ് ട്രംപ്. ഇതൊരു കാരണം. രണ്ടാമത്തെ കാരണം, ഇവിടെ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ചു, ഹിന്ദുക്കളുടെ മാത്രമായി സമ്മേളനങ്ങൾ നടത്തുന്നു എന്നുള്ളത്. ഇത് നമ്മൾ ഏറ്റവും ആദ്യം മുതൽ തന്നെ ട്രംപ് മുസ്ലിം വിരോധം അതിശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മുടെ മോഡിയുടെ ഒരു ഭരണത്തിന്റെ സ്വഭാവം പരിശോധിക്കുമ്പോഴും ഒരു മുസ്ലിം മൈനോറിറ്റി വിരുദ്ധത,
വളരെ പ്രകടമായി കാണുന്നുണ്ട് നമ്മുടെ രാജ്യത്തും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയെ വെച്ച് പരിശോധിച്ചാൽ ഈ രണ്ട് നേതാക്കന്മാരും വളരെ ഐക്യമുള്ളവരാണ്. യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കുന്നതിൽ നാനാത്വത്തിലെ ഏകത്വം എന്ന കാര്യത്തെ ഇവിടെ മറികടക്കാൻ വേണ്ടി യൂണിഫോമിറ്റിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഭരണകൂടവും നമ്മുടെ രാജ്യത്ത് അതേ മനോഭാവം വെച്ച് പുലർത്തുന്ന, അമേരിക്കയിൽ നിന്നും മറ്റുള്ളവരെ മൈഗ്രൻസിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഏറ്റവും അധികം ശബ്ദിക്കുന്ന ട്രംപ്, ഞാൻ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ഇന്ത്യക്ക് രക്ഷാസമിതിയിലേക്കുള്ള അംഗത്വം അത്ര വേഗം അനുവദിച്ചു കൊടുത്തുകൊണ്ടല്ല, പക്ഷെ ഈ രീതി മറ്റു പല രീതികളിലും മാനസികമായി ഐക്യപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യയുമായി കൂടുതൽ, ഹിലാരിയേക്കാൾ കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുന്നതിന് തീർച്ചയായിട്ടും ട്രംപ് പരിശ്രമിക്കും. എന്നാൽ അത് ഇന്നുള്ള നിലപാടും അത് തന്നെയാണ്. അമേരിക്കയെ കൂടുതൽ അംഗീകൃത രാജ്യമെന്ന രീതിയിൽ അവരുമായി കൂടുതൽ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവരോടാണ് കൂടുതൽ ആഭിമുഖ്യം നമ്മുടെ ഭരണകൂടത്തിന് ഇന്നുള്ളത്. അതായത് ഒബാമയുമായി അമേരിക്കയിൽ അല്ലെങ്കിൽ പോയി സൗഹൃദം പങ്കിടുമ്പോഴും ഇവിടേക്ക് ക്ഷണിച്ച് സൗഹൃദം പങ്കിടുന്നു. ആ ഘട്ടത്തിലൊക്കെ ഇന്ത്യ മുന്നോട്ട് വെച്ച ഒരു നിലപാടുണ്ടായിരുന്നു. നമ്മുടെ ആത്യന്തികമായ ആവശ്യം അതിലെപ്പോഴും തന്ത്രപരമായ നിലപാടായിരുന്നു കഴിഞ്ഞ കാലങ്ങളെല്ലാം കണ്ടത്. ഇവിടെ ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് ഒരുപക്ഷെ അതുതന്നെയായിരിക്കും. ആ തന്ത്രപരമായ നിലപാടിൽ ഇന്ത്യ വീണുപോകും, ഇന്നത്തെ ഭരണാധികാരി വീണുപോകും. അതാണ് ശ്രീ ആനി രാജ സൂചിപ്പിക്കുന്ന ഒരു ഘടകം. എന്തായാലും നമുക്ക് നമ്മുടെ നയതന്ത്ര തലത്തിലെ പ്രധാന ഘടകമാണ് ഇന്ത്യയുടെ ആവശ്യം. അവിടെ ഒരു നിലപാടിലേക്ക് പോയാൽ നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴും എന്നാണ് ശ്രീമതി ആനി രാജ പറഞ്ഞത്. പ്രതീക്ഷ, ഇതിൽ ഞാനതിനെ വേറൊരു തലത്തിലാണ്, ആനിരാജ പറഞ്ഞ ആശയം തന്നെയാണ്, പക്ഷെ അതിനെ ഞാൻ വേറൊരു തരത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒബാമയുടെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഇന്ത്യയുമായിട്ട് അമേരിക്ക കുറേ അധികം അടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും കാലഘട്ടത്തിൽ. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മളോട് അടുക്കുന്ന സമയത്ത് തന്നെ ഈ പാകിസ്ഥാൻ തുടർന്ന് വരുന്ന ഈ ഒരു ടെറർ എലിമെൻസിന് സഹായം കൊടുക്കുന്ന പാകിസ്ഥാൻ്റെ സമീപനമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാകിസ്ഥാനെ കൈ അയച്ച് സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് അമേരിക്ക തുടർന്നിരുന്നു. അത് ഇപ്പോഴും പരസ്യമായിട്ടല്ലെങ്കിലും പല ഘട്ടങ്ങളിലും സാമ്പത്തിക സഹായവും ആയുധ സഹായവും ഒക്കെ തന്നെ അമേരിക്ക കൊടുക്കുന്നുണ്ട്. ആ ഒരു നിലപാടിൽ നിന്ന് പിന്മാറുന്ന, അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായിരിക്കാം ട്രംപിൻ്റേത് എന്ന് വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് കൈക്കൊണ്ടിട്ടുള്ള നിലപാട് തന്നെയാണ്. അദ്ദേഹം താൽക്കാലികമായിട്ടുള്ള വോട്ടിന് വേണ്ടിയിട്ടാവാം ഒരു പക്ഷേ ആ ശക്തമായ ഒരു ഭീകര വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അമേരിക്കയിലെ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് ആ ട്രംപ് മുന്നോട്ട് പോകുന്നത്. അത്തരം ഒരു നിലപാടെടുത്ത ട്രംപിന് നാളെ പാകിസ്ഥാനെ പോലുള്ള ഒരു ടെററിസത്തിൻ്റെ ഹബ്ബായിട്ടുള്ള രാജ്യത്തെ സഹായിക്കാൻ പലതരത്തിലും വിഷമങ്ങളുണ്ടാവും. ഒന്ന്. രണ്ടാമത്തേത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, അദ്ദേഹം ലക്ഷ്യമിടുന്നത് ചൈനയെയാണ്. ചൈനയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഒരു കുന്തമുന അമേരിക്കയിൽ നിന്ന് നമുക്ക് ട്രംപിൻ്റെ നേതൃത്വത്തിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിന് പാകത്തിന് അമേരിക്കയെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടായികയില്ല. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആശ്രയിക്കേണ്ടി വരുന്ന, അദ്ദേഹത്തിന് സഹായം തേടേണ്ടി വരുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ അദ്ദേഹം കണ്ടേക്കാം. കാരണം വേറൊരു രാജ്യം ഈ ഘട്ടത്തിൽ ഈ ഏഷ്യ വൻപടയിൽ അദ്ദേഹത്തിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആത്യന്തികമായ നിലപാട്, അതിലെ സമ്മർദ്ദം, അതിൻ്റെ വളരെ വ്യക്തമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഘടകങ്ങളെ കൂടുതൽ ഇച്ഛാശക്തിയോടുകൂടി നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമോ ഈ സ്ഥിരാംഗത്വം എന്ന കാര്യത്തിൽ? അവിടെയാണ് നയപരമായ ഇടപെടൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ?
പ്രതീക്ഷ സ്ഥിരാംഗത്വത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ നിലപാടുകളുണ്ട്. അതിലൊക്കെ മാറ്റം വരുത്താൻ കഴിയുമോ എന്നൊന്നും ഇപ്പം പറയാൻ കഴിയില്ല. അതിൽ അമേരിക്ക മാത്രമല്ല നമുക്കെതിരായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ NSG വിഷയത്തിൽ ചൈന എടുത്ത സമീപനം നമ്മൾ കണ്ടില്ലേ. ചൈന ഒരു കാരണവശാലും അമേരിക്ക അംഗീകരിച്ചാൽ പോലും ഈ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പർഷിപ്പിന് ഇന്ത്യയെ പിന്തുണയ്ക്കാൻ ബീജിംഗ് തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു ഒരു 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 പ്രശ്നമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ വൻകരയിൽ നിന്ന് വേറൊരു ശക്തി, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും ശാക്തീയമായിട്ടും ഒക്കെ വൻ ശക്തിയായിട്ട് മാറുന്ന ഇന്ത്യയെ ആ തലത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കില്ല. നമ്മൾ കാണേണ്ട ഒരു 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 നയതന്ത്ര തലമുണ്ട് പ്രതീക്ഷയെ. വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, ആനിരാജയ്ക്കൊക്കെ ഓർമ്മയുണ്ടാവും, നമ്മളൊരു സമീപനം എടുത്തിരുന്നു അന്ന്. വാജ്പേയി അന്ന് റഷ്യയിലും ചൈനയിലും സന്ദർശനം നടത്തി. അതിനുശേഷം ഇന്ത്യ, റഷ്യ, ചൈന അച്ചുതണ്ട്. കാരണം ഏഷ്യയിലെ ഈ 3 വൻ ശക്തികൾ ഒന്നിച്ച് കൈകോർത്ത് നിൽക്കണം എന്നതായിരുന്നു വാജ്പേയിയുടെ നിലപാട്. പക്ഷെ ആ ചർച്ചകൾ മുന്നോട്ട് പോയി. പക്ഷെ ചൈന അപ്പോഴും നമ്മളോട് സഹകരിക്കാൻ തയ്യാറായില്ല പലപ്പോഴും. തീർച്ചയായും അത് വ്യക്തമാണ്. ഹരിദാസ് വ്യക്തമാണ്. ഞാൻ അവസാനമായി റെജി ലൂക്കോസിലേക്ക്. റെജി, എന്തായാലും 270 എന്ന സംഖ്യ, അതിലേക്ക് ഹിലരിക്ക് ഇനി എത്താൻ സാധിക്കുമെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? 2 നാൾ കൂടി മാത്രമാണുള്ളത് അവസാനമായി. അതിനുള്ള സാധ്യതകൾ ഒരു ചെറിയ നേരിയ ശതമാനം മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ ഹിലാരി ക്ലിൻ്റൻ്റെ ഊതി വീർപ്പിച്ച ഇമേജ് അമേരിക്കയിൽ വളരെയധികം തകർന്നടിച്ചിരിക്കുന്നു. അതേസമയം ഇന്ത്യൻ വോട്ടർമാർ അമേരിക്കയിൽ നിർണായകമാണ്. ഈ ഡെമോക്രാറ്റിക് കക്ഷി വന്നതിന് ശേഷമാണ് CGMNS പോലെയുള്ള നേഴ്സുമാരുടെ കുടിയേറ്റവും, അതുപോലെ ഗുജറാത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിയേറിക്കൊണ്ടിരുന്ന കേരളം, പഞ്ചാബ്, ഈ 3 സ്റ്റേറ്റിൽ നിന്നും ഇന്ത്യയുടെ മൊത്തം നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടുള്ള കുടിയേറ്റത്തിന് ഒരു അസ്തമനം ഏതാണ് ഉണ്ടായത് ഈ ഡെമോക്രാറ്റിക് കക്ഷി വന്നതിന് ശേഷമാണ്. അത് ഇന്ത്യൻ സമൂഹത്തിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിന്റെ വോട്ട് ഇതിനകത്ത് നിർണായകമാണ്. അത് ട്രംപിലേക്ക് ഭൂരിപക്ഷം പോകും. അതുകൊണ്ട് ട്രംപിന് ഉള്ള സാധ്യതയാണ് ഈ അവസാന ഘട്ടത്തിൽ നേരിയ രീതിയിൽ ഞാൻ കാണുന്നത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത വിൻസെന്റ്, ആനിരാജ, KVS ഹരിദാസ്, റെജി ലൂക്കോസ്, ഒപ്പം അമേരിക്കയിൽ നിന്നും ടെലിഫോണിൽ പങ്കുചേർന്ന 2 വ്യക്തികൾ, ഡെമോക്രാറ്റിൻ്റെയും റിപ്പബ്ലിക്കിൻ്റെയും പ്രതിനിധികളും നന്ദി അറിയിക്കുന്നു. ഇടവേള. അമേരിക്കൻ പ്രസിഡന്റിന് ഇനി തെരഞ്ഞെടുപ്പിന് 2 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനെ മുൻനിർത്തിയുള്ള ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയാണ് നടന്നത്. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.